ஆரு என்ன தேடிட்டு இருக்க? ഒന്നുമില്ല ആന്റി, ഒരു സാധനം തപ്പുമായിരുന്നു. என்ன சாதனம்? അത് പിന്നെ പച്ചക്കറി காய்கறி. ആ நீ தேடுற, நான் நம்பிட்டேன் பாரு. என்ன பாரு இது, நேத்தைக்கு வாங்கின கூல் ட்ரிங்க்ஸ் தானே நீ தேடிட்டு இருக்க? ரொம்ப மழை பெஞ்சிட்டு இருக்கு பாரு, ரொம்ப குளிராவும் இருக்கு. அந்த குளிர்ல இந்த கூல் ட்ரிங்க்ஸ் சாப்பிட்டா என்ன ஆகும்? ஜுரம் காய்ச்சலும் எல்லாம் வரும். ആന്റി, മഴയത്ത് നല്ല തണുത്ത ജ്യൂസ് കുടിക്കുന്ന നല്ല സുഖ. அந்த சுகத்துல பனியும் ஜலதோஷம் கூட வந்துன்னா ரொம்ப அருமையா இருக்கும். എന്നാലും ആന്റി, ഇന്നലെ രാത്രി വരെ ആ സാധനം ഇവിടെ ഇരുന്നതാ. ഇന്ന് രാവിലെ നോക്കിയപ്പോ കാണുന്നില്ല, അതോടെ പോയി. உன்னோட கேஸ் சேட்டன் எடுத்து குடிச்சிருப்பான். കാടുകളും പോലും ഉണ്ടാക്കി വെക്കാൻ സമ്മതിക്കത്തില്ലല്ലോ ദൈവമേ. എന്തൊരു മഴയായത്! അത് തന്നെ അമ്മൂമ്മേ, എന്തൊരു മഴയത്. പാവം കുട്ടികള് എങ്ങനെ ഈ സമയത്തൊക്കെ സ്കൂളിൽ പോകുന്നത്? ഇപ്പൊ മരമൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ട്, പിന്നെ വെള്ളവും പൊങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞ എന്റെ ഒരു അഭിപ്രായത്തിലേ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടേ സ്കൂൾ ഓർക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം ലീവ്, അത് കഴിഞ്ഞിട്ടേ സ്കൂൾ ഓർക്കാൻ പാടും. സ്കൂള് തുറന്നിട്ട് ഒരാഴ്ചയായില്ല, അതിനുമ്പേ സ്കൂളിൽ പോകാൻ മടി. ഇങ്ങനെ ഒരു മടിച്ചിക്കോവ. அம்மா, மழவெள்ளத்துல ஆத்துல நல்லா தண்ணி ஏறி இருக்குல்ல? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ ആറ്ററമ്പിലെ മണ്ണ് മൊത്തം ഇടിഞ്ഞാറ്റിപ്പോയി കാണും. അമ്മമ്മേ, പടവലത്ത് നല്ല ചോർച്ചയില്ലേ? ചോർച്ചയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ പടവലത്ത് പോവാം. എന്നിട്ട് ചോർച്ചയൊക്കെ മാറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. എന്തിനാ ഒരാഴ്ചയാക്കുന്നേ? 1 മാസം അവിടെ നിന്നിട്ട് പോരാ. ആയിക്കോട്ടെ. സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ അടവും കൊണ്ട് വന്നേക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തേ വെയിലെന്നോ മഴയെന്നോ ഒന്നും നോക്കത്തില്ല. അന്ന് കൊടയൊന്നും ഇല്ല. ഞങ്ങൾ നനഞ്ഞോണ്ടായാലും പോവും. വഴിയിൽ എവിടെയെങ്കിലും ചേമ്പല കാണും, അത് പൊട്ടിച്ച് തലയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും മഴ നനയാതിരിക്കാന്. അങ്ങനെയാ പൊക്കോണ്ടിരുന്നത്. அம்மா, நீங்கெல்லாம் ரொம்ப தூரம் நடப்பீங்கல்ல? പിന്നല്ലാതെ 3.5-4 കിലോമീറ്റർ നടക്കണം. അത് പാടത്തൂടെ പോവുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ, റോഡിൽ കൂടെ പോവുകയാണെങ്കിലേ 4-4.5 കിലോമീറ്റർ പോകണം. പക്ഷെ ഞങ്ങളതൊന്നും നോക്കത്തില്ല. മഴയാണെങ്കിലും വരമ്പൊന്നും കാണത്തില്ല, വെള്ളം കയറി. ഞങ്ങൾ അതിലെ കൂടെ ചാടി 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 അങ്ങ് പോകും. ചാടിപ്പോയെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, നീന്തിപ്പോയെന്ന് പറഞ്ഞില്ലല്ലോ. നീന്തിയും പോയിട്ടുണ്ട്. അതല്ല കനകം, അന്ന് പോയേ പറ്റൂ. പോയില്ലെങ്കിലേ കാരണവന്മാര് നല്ല അടി തന്ന് ഓടിക്കും. അന്ന് അമ്മൂമ്മ നന്നായിട്ട് പഠിച്ചോണ്ടാ അമ്മൂമ്മ കളക്ടറായിട്ട് പിന്നെ റിട്ടയർഡ് ആയത്. എന്റെ പൊന്നുമോളെ, അങ്ങനെ ഒരുപാട് കളിയാക്കല്ലേ. ഞാനൊരു കണക്ക് കൂട്ടുന്നത് പോലെ നിനക്ക് കൂട്ടാൻ പറ്റുമോ? ആറ് കണക്ക് കൂട്ടിനാ കണക്കാ ഇരിക്കും അമ്മ. എന്നാ പിന്നെ അത് പോട്ടെ, ഞാൻ വായിക്കുന്നത് പോലെ മലയാളം വായിക്കാവോ? അമ്മൂമ്മ, നല്ല മഴ ഈ സമയത്തെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കല്ലേ. കള്ളിപ്പാറ്, ഇങ്ങനെ സോപ്പിടാൻ മെടുക്കത്തി. ആലച്ചു ഇല്ല, വീട്ടിലെത്തിയില്ല. ഞാൻ വീട്ടിൽ കേറുവാ. നീ എപ്പോഴെത്തുന്നേ? നാളെ ഉച്ചയാവോ? ആ, പോയ കാര്യം ഒന്നും പറയാതിരിക്കാ നല്ലത്. അവൻ നിർബന്ധിച്ചിട്ടാണല്ലോ അവന്റെ കമ്പനി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ ഞാൻ പോയത്. അതും കളമശ്ശേരിയിലായോണ്ട്. അവിടെ ചെന്നപ്പോഴേക്കും ഇവനീ പറഞ്ഞു വെച്ച ശമ്പളത്തിന്റെ കാര്യം ഒന്നും സംസാരിക്കുന്നേ ഇല്ല. ചോദിച്ചപ്പോ പറയാ എന്റെ ഫീൽഡ് വേറെ അല്ലായിരുന്നു. ഞാൻ ഇത്ര നാളും ചെയ്ത ജോലിയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അത് മാത്രമല്ല, അവന്റെ പെരുമാറ്റത്തെ മൊത്തത്തിലേ ഒരു മാറ്റം ഉള്ള പോലെ, ഒരു ഇന്റർവ്യൂ ബോർഡ് പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവനൊന്നും മിണ്ടുന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ എന്നെ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന രീതി എനിക്ക് ആകെ മൊത്തത്തിൽ ഡാർക്ക് അടിച്ചു. നീ എന്താണ് വാ, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ശരി. സിദ്ധു പെട്ടെന്ന് വരാമെന്നും പറഞ്ഞോണ്ട് പോയതാ.
ഒന്നും കഴിക്കാതാ പോയത്. എന്തോ ജോലിക്കാരത്തിനല്ലേ പോയത്? ഓ എന്തോ ജോലിക്കാരത്തിനോട് പോണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എങ്ങോട്ടാന്ന് കറക്റ്റ് പറഞ്ഞില്ല. വരും. ഓ, എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. ഇങ്ങനെ നിന്നാലെങ്ങനാ? അമ്മൂമ്മ സത്യം പറഞ്ഞാൽ ഞാൻ അളിയൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിച്ച് പോകത്തേ ഉള്ളൂ. ആ ജോലി കളയണ്ടായിരുന്നേ, അവിടെ അങ്ങ് നിന്നാ മതിയായിരുന്നു. അത് ശരിയാ. പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ളൊരു ജോലിയായിരുന്നു, നല്ലൊരു പൊസിഷനും ആയിരുന്നു. ആ സമയം കയറി പോയാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. ലച്ചുവിനാണെങ്കിലോ ഈ വക കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ലച്ചേച്ചി എല്ലാ കാര്യത്തിനും കിടന്ന് അലറുമെങ്കിലും ലച്ചേച്ചി അളിയൻ പറയുന്ന എല്ലാ കാര്യവും വിശ്വസിക്കും. കയ്യിലിരിക്കുന്ന കാശൊക്കെ തീർന്നു കഴിയുമ്പോ പഠിച്ചോളും. ഇപ്പൊ തന്നെ ഏറെക്കുറെ ലക്ഷക്കണക്കിന് ചെലവായിട്ടുണ്ട്. അളിയനാണെങ്കിൽ ഈ കാശിന്റെ കാര്യത്തിൽ നിന്ന് ഒരു പിടുത്തമില്ലെന്ന് എടുത്തങ്ങ് ചെലവാക്കും. அது நீ சொன்னது ரொம்ப கரெக்டடா கேசு. சித்துட்ட யாராச்சு ஃப்ரெண்ட்ஸோ ரிலேட்டிவ்ஸோ காசு கேட்டுனா ஒண்ணுமே யோசிக்காம அப்படியே எடுத்து கொடுப்பான். അതിനിടയ്ക്ക് ചേച്ചി വഴക്കും പറയും. അല്ല, ഇനി ബിസിനസ് ഒന്നും പറഞ്ഞോണ്ടേ വാങ്ങിച്ചിട്ടേക്കുന്ന വസ്തു കൊടുത്ത് കാശ് മേടിക്കുവോ? അതാ എന്റെ പേടി. പറയാൻ പറ്റത്തില്ല അമ്മൂമ്മ, ചിലപ്പം അങ്ങനെയും നടക്കും. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ ഫ്രണ്ട്സുമായിട്ട് വല്ലതും ചേർന്നിട്ട് ബിസിനസ് തുടങ്ങിയ ആളെ എടുക്കൂലേ. യവന്മാര് എപ്പ തക്കം കിട്ടിയ ഊറ്റിക്കൊണ്ട് പോകാൻ നോക്കിക്കൊണ്ടിരിക്കണമാരല്ലേ. എല്ലാമാരും അല്ല, ചിലവര്. டேய் சித்து வந்து தனியா பிசினஸ் ஆரம்பிச்சுனா ரொம்ப நல்லா இருக்கும். അത് നമ്മൾ എങ്ങനെ പറയും? അല്ല, അത് ശരിയാ. നമ്മൾ എങ്ങനെ പറയും? എനിക്കേ ചിലതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ടാ ഞാൻ മിണ്ടാത്തേ. அம்மா நீங்க ஒண்ணுமே சொல்ல வேண்டாம். நீங்க ஏதாச்சும் சொன்னா யாருக்குமே பிடிக்காது. അതെന്തൊരു വർത്താനാ കനോ നീ പറയുന്നേ? അമ്മൂമ്മ, കനാൻഡ് പറഞ്ഞതിന് കാര്യമുണ്ട്. അമ്മൂമ്മ വലുതായിട്ടൊന്നും പറയാൻ പോണ്ട. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഒരു തള്ളയും കൊച്ചുണ്ടെന്നുള്ള കാര്യേ ഓർത്താ കൊള്ളാം. டே கேசு, உனக்கு டைம் கிடைக்கும் போது நல்ல விஷயமா சித்துக்கு சொல்லி கொடுறா. ഉപദേശിക്കാൻ അളിയനെ ഞാൻ അല്ലേ, ഞാൻ ഇരിക്കും. എന്റെ പൊന്ന് കനാൻഡ്, അവരുടെ ഭാവി പരിപാടികൾക്കിടയിൽ തല കൊണ്ടി വയ്ക്കാൻ നമ്മളില്ലേ? ഭാവി പരിപാടിയൊക്കെ താറുമാറായിട്ടേ എല്ലാരും കൂടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും തല വെക്കാതിരുന്നാ മതി. അമ്മൂമ്മ, ഞാനൊന്നും പറയുന്നില്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറയണത് ഇങ്ങനെ തെല്ലിയത്. പറഞ്ഞോ അമ്മൂമ്മ, പറഞ്ഞോ. ഞാൻ ഈ അപ്പുറത്തോട്ട് പോകണം. அம்மா நான் கிச்சன்ல போறேன். ഓടാ, ഞാൻ ഇറങ്ങി. ഓ പോരാ പോരാ, 10 മിനിറ്റ് നാളെ ഞാൻ വിളിക്കാ. ഇറങ്ങി കേട്ടോ? എന്താടി? ചേട്ടൻ എങ്ങോട്ടായി പോന്നേ? നല്ല മഴയൊക്കെ അല്ലേ? ഒന്ന് പാറമഴ അവിടെ പോയി മീൻ പിടിക്കാൻ തിരിച്ചു പറഞ്ഞോ. ഞാൻ വരുന്നു. കാലവരെ അടിക്കും ഞാൻ. നാത്തു വരുന്നാലും പടിയടി പൊടി. മുത്തശ്ശന ആദ്യം അകത്തു പോവാം. നല്ല പ്രായമായില്ലേ ചേട്ടന്? അടങ്ങി ഒതുങ്ങി അവിടെ കാണും പോയിരുന്നൂടെ? പ്രായം എനിക്ക്? ഇത്രയും ചെറിയൊരു പയ്യന്റെ മുഖത്ത് നോക്കി പ്രായം എന്ന് പറയുന്നത് നിനക്ക് നാണല്ലേടി? മറ്റേ പേര് വിളിക്കണോ? കിളവൻ. മോള് വിളി, ആ പേര് നീ വിളിയടി. നീ വിളിച്ച് തീരുമ്പോ നീ നിക്കണ മഴയുടെ നടുക്കായിരിക്കും. നിന്ന് കുളിക്കത്തേ ഉള്ളു അവിടെ. ചിലവരൊന്നും പഠിക്കാൻ നോക്കും. ഞാൻ പോയിട്ട് ഇതേട്ടാ, ആരാ? ആരാ? അമ്മൂമ്മ ഇങ്ങനെ എന്റെ അടുക്കളയല്ലേ? ആളെയും അമ്മ അറിഞ്ഞില്ലല്ലോ. അളിയോ അളിയാ, അളിയോ, ആ വാ തുറ. എന്തുവാടാ കിടന്ന് വിളിച്ചോണ്ടിരിക്കണേ? ഇന്നലെ അളിയൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞില്ലല്ലോ. പോയിട്ട് വന്നിട്ട് പറഞ്ഞില്ലല്ലോ. എന്തോന്ന് പറയാൻ? അല്ല, പോയ കാര്യം എന്തായി? ഞാൻ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം നിനക്കറിയാവോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കാര്യം നിനക്ക് അറിയണ്ടേ? അല്ല, അളിയൻ പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, ഏതോ ഫ്രണ്ടിന്റെ കമ്പനിയിൽ എന്തോ ജോലി ചോദിക്കാൻ പോകണമെന്നോ എന്തോ. ആ, ഞാൻ ജോലിക്കാര്യത്തിനൊന്നും പോയതല്ലോ, വേറൊരു കാര്യത്തിന് പോയതാ. കറങ്ങാൻ പോയതാ. ആണാ? പാറുവേ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? പടം വരയ്ക്കാനില്ലേ? എന്തെങ്കിലും ഒന്ന് പോയി ചെയ്യും. അളിയന്റെ മൂഡ് നല്ലതല്ല. മനസ്സിലായി. മകളൊരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് ചെല്ലേ. ചേട്ടൻ ചെല്ലി. അല്ലെ എന്തോറ്റി? ചേച്ചിയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചിയായിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണോ? ഞാൻ ഉണ്ടാക്കണോ? നീ പറ.
സിദ്ധുമോൻ വന്നായിരുന്നോ? നീ എന്താടാ സിദ്ധു എന്ന കാര്യം പറയാഞ്ഞേ? അളിയൻ വന്നാലും നമ്മൾ പോലും ഇതുവരെയായിട്ട് അറിഞ്ഞില്ല, പിന്നല്ലേ പറയേ. മോൻ വല്ലതും കഴിച്ചായിരുന്നോ മക്കളെ? അമ്മൂമ്മ ഞാൻ പുറത്തുനിന്ന് ചായ കുടിച്ചായിരുന്നു. അയ്യോ, ചായ മാത്രമേ കുടിച്ചോളൂ? എനിക്ക് വിശക്കുന്നില്ല. മാത്രമല്ല ഇങ്ങോട്ട് വന്നു കയറിയപ്പോ തന്നെ വയറങ്ങ് നിറഞ്ഞേ. അന്ന് പറയുമ്പോ വയറ് നിറഞ്ഞതാ? അല്ല, വിശപ്പൊക്കെ അങ്ങ് പോയി വന്നു കയറിയപ്പോ, അതാ പറഞ്ഞേ. ആ, കുറച്ച് കഴിയുമ്പോഴേ ഊണ് റെഡിയാവും. അപ്പൊ കാര്യമായിട്ട് കഴിക്കാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആയിക്കോട്ടെ. ആ സിദ്ധു, നീ എപ്പോ വന്നേ? ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി. അളിയൻ വന്നാലും ഞങ്ങള് പോലും അറിഞ്ഞിട്ടില്ല. മോനെ, ലച്ചു വിളിച്ചായിരുന്നോ? എപ്പോ വരുമെന്ന് പറഞ്ഞു? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. മോൻ പോയ കാര്യം എന്തായി? എങ്ങോട്ട് പോയ കാര്യം അമ്മൂമ്മ? അല്ല, എന്തോ ജോലിയുടെ ആവശ്യത്തിന് പോവാന്നല്ലേ പറഞ്ഞത്? അമ്മൂമ്മ, ഞാനേ ജോലിയുടെ കാര്യം ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓ, അളിയൻ വേറെന്തോ ജോലിയെ പറ്റി കണ്ടുപിടിച്ച്. അത് സസ്പെൻസ് അല്ലേ അളിയ? ഓ, സസ്പെൻസ്, വലിയ സസ്പെൻസ് ആക്കി വെച്ചേക്കോ എന്റെ ജോലിക്കാര്യം. എന്തേ? நான் அப்பவே நினைச்சேன் நீ ஏதாவது நல்ல விஷயமா செய்வேன்னு. അളയോ, ഈ ജോലി എന്ന് പറയുമ്പോ ഏത് സ്ഥലത്ത്? എനിക്ക് രണ്ടിടത്തുനിന്ന് ഓഫർ വന്ന് കിടപ്പുണ്ട്. ഒന്ന് തുമ്പയിൽ നിന്ന്, പിന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. എവിടെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തുമ്പയുന്നുവാ? എന്തോ ജോലി അളിയ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങാത്ത റോക്കറ്റുകൾ ഉണ്ടല്ലോ, നമ്മളെ ചെന്നിട്ടൊന്ന് തീ ഇട്ടിട്ട് പൊക്കി അങ്ങ് വിടണം. അപ്പൊ പൊക്കോളൂ ഇങ്ങനെ മേളിലോട്ട്. இந்த ராக்கெட்டுக்கு தீ கொடுக்கற வேலைக்கு நிறைய சம்பளம் எல்லாம் கிடைக்குமா? അതിന് ശമ്പളമായിട്ടൊന്നും കിട്ടത്തില്ല. വേണമെങ്കിൽ 1-2 റോക്കറ്റ് ഒക്കെ എടുത്ത് കറങ്ങാൻ പോവാം. വേണമെങ്കിൽ മധുരയ്ക്കും വരാം. நல்ல வேலை இல்லம்மா. എന്തൊരു വർത്താനാടാ പറയുന്നേ? അമ്മൂമ്മ അത് കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട. അളിയന്റെ മൂഡ് കുറച്ച് നേരമായിട്ട് ശരിയല്ലാതിരിക്കുകയായിരിക്കണം. വിട്ടേക്ക്, അമ്മൂമ്മ ഒന്നും പറയാൻ പോണ്ട. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. கேசு, அந்த வேலைக்கு ஏதாவது பிரச்சனையா? എന്റെ പൊന്നാൻറ്റി, തീ കൊളുത്തിയാലൊന്നും റോക്കറ്റ് പോത്തില്ല. என்ன? കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആക്കിയാലേ പോത്തുള്ളൂ. ஆ? அம்மா, அம்மா, என்னம்மா? ഞാനൊന്നും പറയുന്നില്ല. ഓരോന്ന് ആലോചിച്ചിട്ടേ എനിക്ക് പേടിയാവുക. സിദ്ധുവിനാണെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ചൂടുമില്ലെന്നേ. என்னம்மா இது? சித்து இவ்வளோ நாள் வெளியூர்ல தானே வேலை செஞ்சான். இப்ப தானே இங்க இருக்கான். கொஞ்ச நாள் ரெஸ்ட் எடுக்கட்டும். அதனால இப்படி எல்லாம். അതൊക്കെ ശരിയായിരിക്കാം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എല്ലാം നിസ്സാരമായിട്ട് കണ്ടാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ ലച്ചുവിനെ ഒന്ന് വിളിക്കട്ടെ. அம்மா, எதுக்கும்மா லெச்சுவை கூப்பிட போறீங்க? ലച്ചു ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ സർക്കിട്ട് നടക്കൂല്ലയോ? அம்மா வேண்டாம்மா, நீங்க ஏதாவது சொல்லி பெரிய பிரச்சனை ஆயிடும். നീ ഒന്ന് ചുമ്മാ ഇരി. அம்மா வேண்டாம்மா, சொல்லறத கேளுங்கம்மா. ആ, ഹലോ, നീ എപ്പോഴാ വരുന്നേ? ഓ, സർക്കിട്ട് ചെയ്ത് വീട്ടിലോട്ട് കയറാൻ നേരം ആയിട്ടില്ല ഇതുവരെ, അല്ലയോ? പുറത്തു പോവാന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവും, പിന്നെ തോന്നുമ്പോഴാ കയറി വരുന്നേ. അല്ല ലച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ സിദ്ധു ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? ജോലിക്കൊന്നും പോകുന്നില്ലേ? ഞാൻ വിചാരിച്ച അളിയനെ കെട്ടിച്ചുവിടാൻ പോണം. അതെ, ഇങ്ങനാണെങ്കിലേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് കയ്യിലെ കാശൊക്കെ അങ്ങ് തീരും. ആ, അല്ല, നീ ഇങ്ങനെ സർക്കിട്ട് അടിച്ച് നടന്നോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ശരി, ഞാൻ വെക്കുവാ. ഓ,
സിദ്ധോളന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിയെടുത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് പിടിക്കോ? അത് പിടിച്ചാലും പിടിച്ചില്ലേലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനങ്ങ് പറയും. അമ്മൂമ്മ ഒരു കുടുംബ കലഹം ഉണ്ടാക്കിയിട്ട് അടങ്ങുള്ളൂ. എന്തുവാ? അല്ല ഒന്നുമില്ല, ചെറിയൊരു കുടുംബ കലഹം. കുടുംബത്തിലുള്ള മുതിർന്നവരാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊച്ചു പിള്ളേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്നത്. അതെ, ഇനിയിപ്പോ ആര് കറിയിച്ചാലും ഞാൻ പറയാനുള്ളതൊക്കെ ഞാനങ്ങ് പറയും. അതിന്റെ പേരിൽ എന്തു ഭവിഷ്യത്തുണ്ടായാലും ഞാനങ്ങ് സഹിച്ചോളാം. അമ്മൂമ്മ, സംഭവം അമ്മൂമ്മ പറയുന്നതൊക്കെ നല്ല കാര്യമായിരിക്കും. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോണ എന്താണെന്നറിയോ? ലച്ചേച്ചി അളിയൻ്റെ അടുത്ത് ഓരോന്ന് കുത്തി 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 പറയും. അളിയനാണെങ്കിൽ ഒന്നാമതേ മൂടില്ലായിരിക്കാണ്. എന്റെ മൂഡ് അതിനെക്കാട്ടി പോയിരിക്കുവാണ്. அம்மா, நான் ஒரு விஷயம் சொன்னா நீங்க என்கிட்ட கோபப்படுவீங்களா? കോപ്പടത്തൊന്നും ഇല്ല. അമ്മൂമ്മ ചിരിച്ചോണ്ടതിന്റെ 4 പീസ. മിണ്ടാതിരി കൊച്ചേ. എന്തുവാ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറ. அம்மா, உங்களுக்கு ஒரு பிரச்சனை இருக்கு. என்னன்னா, ஒரு சின்ன விஷயம் உங்களுக்கு கிடைச்சுன்னா அது உங்களோட மனசுல போட்டு பெருசு பண்ணி பெரிய பிரச்சனை ஆக்கிடுவீங்க. ആഹാ, ആള് കൊള്ളാമല്ലോ. ഇപ്പം വര വലിയ സംസാരവും വലിയ അധികാരം പറച്ചിലും ഒക്കെ ആയല്ലോ. அதனால்தான் உமேஷ் அண்ணா சொல்றாங்க ஃபிவுடல் மாடம்பின்னு. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? இல்ல, ஒரு பிரச்சனையும் இல்ல சொன்னேன். പാറു, നീ എന്തോ ചിരിക്കുന്നേ? നീ കേട്ടായിരുന്നു എന്തോ പറഞ്ഞെന്ന്? കനകാന്റി, എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം തരുമോ? ஓ, தரேனேப்பா. ഇന്നലെ രാവിലെ ഇത് എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തതാണ്. ചോറ് റെഡിയായി. ചോറ് അല്ല, എനിക്ക് ചപ്പാത്തി വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചപ്പാത്തിയും കറി ഓർഡർ ചെയ്തു. എന്താ കറി ആളിയാ? വെജിറ്റബിൾ കറിയാ. അയ്യേ, അയ്യോ മോനെ, ചോറും മീൻകറി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അല്ല, എനിക്ക് ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തേ. പിന്നെ അമ്മ, ഞാന് ഇന്ന് ഇപ്പം രാത്രി ഒന്ന് പുറത്തു പോകും കേട്ടോ. ഇച്ചിരി ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് രാത്രിയിലത്തെ ആഹാരം കരുതണ്ട. ലച്ചേച്ചൻ കൊണ്ടാണോ പോന്നെ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. അവിടെ മോളെ, എടാ, നിനക്ക് എല്ലാ കാര്യവും അറിയണോടാ. ഞാൻ എങ്ങോട്ട് പോകുന്നു, എപ്പോ പോകുന്നു? കുറച്ച് കൂടുന്നുണ്ട് നീ. എല്ലാ കാര്യവും അറിയണം എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ. ഞാൻ അങ്ങനെ ചോദിച്ചല്ല, ഞാൻ ചുമ്മാ ചോദിച്ചത്. നീ അങ്ങനെ ചോദിക്കണ്ട. പിന്നെ അമ്മൂമ്മ, ഞാനും ലച്ചും കൂടെ നാളെ കുഴിപ്പുളത്തേക്ക് അങ്ങ് പോവാ. നാളെ തന്നെ തിരിച്ചാലല്ലേ കല്ലൂനെ കൊണ്ട്? നാളെ തന്നെ വരണമെന്ന് തീരുമാനിച്ചിട്ടൊന്നും ഇല്ല. കുറച്ചു ദിവസം നല്ല, ഇനി മുന്നോട്ട് അവിടെ തന്നെ ആയിരിക്കും. എടാ, എന്താടാ? സിദ്ധു, സുട് തണ്ണി. താങ്ക് യു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കണേ? എടാ, കഴിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോട്ടാ. എനിക്ക് വേണ്ട. രാവിലെ തൊട്ട് അളയും കഴിക്കാതിരിക്കല്ലേ. അളയും കഴിച്ചു. അളയോ, അളയും കുഴിപ്പുളത്തോട്ടെന്തോ പോണെന്ന് പറഞ്ഞില്ലായിരുന്നോ? സത്യമാണോ? ഞാൻ എന്തിനാടാ എന്റെ വീട്ടിലേക്ക് പോകുന്നത് കള്ളം പറയുന്നേ? நீ போயிட்டு 2 நாளைக்கு அப்புறம் திரும்பி வருவல? ആന്റി, ഞാനും ലച്ചൂസും കൂടെ കുഴിപ്പുളത്ത് ഒരു 5-6 ദിവസം അടുപ്പിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, പാറമ്മയുടെ വീട്ടിലേക്ക് പോകുന്നില്ലേടാ. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്കറിയാം നമ്മളെല്ലാരും ഇവിടെ ഒരുമിച്ചുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ. അവർക്കേ ഇവിടുത്തെ സന്തോഷമാണ് വരുന്നത്. ഞാൻ എന്തിനല്ലേ ഇതൊക്കെ പറയുന്നേ? എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മോനെ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മോന് ബുദ്ധിമുട്ട് തോന്നിയോ? ഇവിടെ ആരെങ്കിലും മോനോട് എന്തെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടാണോ മോൻ കുഴിപ്പുളത്തോട്ട് പോന്നേ? இது பாரு சித்து, கேசு வந்து ஏதாவது சொன்னேன்னு வச்சுக்கோ, அவன் மனசுல வச்சுட்டெல்லாம் சொல்ல மாட்டான். தப்பி தவறி அப்படியே வாயில விழுந்தது சொல்லுவான். டே கேசு, முதல்ல சொல்லுடா, நீ ஏதாவது சித்து சொன்னியா? ഞാൻ എന്തിനു പറഞ്ഞു നയിച്ചു പോകാൻ വേണ്ടി അവിടുന്ന്? അളയോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ? சொன்னேன்னு வச்சுக்கோ, நீ மன்னிப்பு கேளுடா. മുമ്മ, അതുപോലെ ദുബായിലായിരുന്ന സമയത്ത് കമ്പനിയോട് ഞാൻ കുറെ തവണ ലീവ് ചോദിക്കും. ലീവ് തരാതെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാൻ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നാലും ഒരുപാട് തവണ ആലോചിച്ചതാണ്. പിന്നെ ഒരു വിധത്തിൽ കടിച്ച് പീഡിച്ച് അവിടെ തൂങ്ങി നിന്നതാ. എന്തിനു വേണ്ടിയിട്ടാ? കല്ലൂനും ലച്ചുവിനും നാളെ നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി. ഒരു പരിധിയൊക്കെ കഴിഞ്ഞപ്പം മെന്റൽ പ്രഷറൊക്കെ കൂടി ലച്ചൂസിനെയും കല്ലൂനെയൊക്കെ കാണാണ്ടേ
വല്ലാണ്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോയിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്ക് അറിയാമല്ലോ, ഞാനിവിടെ വാങ്ങിയിരിക്കുന്ന സ്ഥലം ലച്ചുവിന്റെയും എന്റെയും പേരിലാണ്. അതുപോലെ കല്ലുവിന്റെയും ലച്ചുവിന്റെയും പേരിൽ നല്ലൊരു എമൗണ്ട് ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുഴിപ്പളത്തെ വീടും സ്വത്തും ഒക്കെ കാലശേഷം എനിക്കുള്ളതാണ്. അല്ല മോനെ, അതൊക്കെ ഇപ്പം ഇവിടെ പറയാൻ കാര്യം? അമ്മൂമ്മ ഞാൻ പറയട്ടെ, ഈ നിൽക്കുന്ന നിപ്പിലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും ലച്ചുവിനെ നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടും. മോനെ അളിയാ എടാ പറയട്ടാ, ഇവിടെ വന്ന ശേഷമേ ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രീ ആയി എന്നുള്ളത് നേരാ. പിന്നെ എടുത്ത ചാടി ബിസിനസ് ഒന്നും ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഏതൊരു പ്രവാസി അനുഭവിക്കുന്ന കുത്തുവാക്കുണ്ടല്ലോ, അത് ഞാനും അനുഭവിച്ചു. എന്റെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കമ്പനി ഇന്റർവ്യൂവിന് പോയപ്പം അവിടെ നിന്നും കിട്ടി കുത്തുവാക്ക്. പിന്നെ ഒരു കാര്യം അമ്മൂമ്മ ഞാൻ ഉറപ്പ് തരാം, ലച്ചുവിനെയും കല്ലുവിനെയും ഞാൻ പൊന്നു പോലെ നോക്കി. അതിന്റെ വാക്കാ. അത് ഞങ്ങൾക്കറിയാം മോനെ. പക്ഷെ മോനിപ്പോ ഈ അന്യരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഉമ്മ അങ്ങനൊന്നും ഇല്ല. ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തർ ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. അളിയാ, രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരുന്നത് അളിയൻ വല്ലതും കേട്ടായിരുന്നോ? അതുകൊണ്ടാണോ അളിയൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തന്നെ അളിയാ? അളിയാ, മനസ്സാവാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യമാണ്. ഞാൻ അളിയനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ മൊത്തം അമ്മൂമ്മയാണ്. എടാ നീ അല്ലേ എന്നോട് പറഞ്ഞത് സിദ്ധു ജോലിക്കെന്നും പറഞ്ഞോണ്ട് എങ്ങോട്ടോട്ട് ഇറങ്ങിപ്പോയെന്ന്? അമ്മൂമ്മയല്ലേ പറഞ്ഞത് ബിസിനസിന്റെ കാര്യം പറഞ്ഞിട്ട് ഉള്ള സ്ഥലം കൂടെ വിറ്റളയെന്ന്? കനകം, ഞാൻ അങ്ങനെ പറഞ്ഞോ? அது மட்டும் இல்லம்மா, நீங்க வேறையும் சொன்னீங்கம்மா. അതെ, ഇനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പറയാനുള്ള കാര്യങ്ങൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി ചർച്ച വേണ്ട. മോനെ, ഞാനേ ലച്ചുവിന്റെയും കല്ലുവിന്റെയും കാര്യം മാത്രം ഓർത്തല്ല പറഞ്ഞത്, മക്കളുടെ കാര്യം കൂടെ ഓർത്ത് പറഞ്ഞതാ. എൻ്റെ കാലം കഴിഞ്ഞാലും ഇവിടെ ഒരു നാഥനായിട്ട് മോൻ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ മക്കള് ഞങ്ങളുടെ മുത്തല്ലേടാ. പിന്നെ അമ്മുമ്മയുടെ നാക്ക് മോൻ അറിയാമല്ലോ, എന്താ പറയേണ്ടതെന്ന് ചിലപ്പം വെളിവില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനത് വിഷമമായിട്ടുണ്ടെങ്കിൽ മക്കൾ എന്നോട് അങ്ങ് ക്ഷമിക്ക്. മക്കൾ പോവല്ലേടാ.